ചന്ദ്രശേഖരൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ചന്തു, ഇതാ മനോഹരമായിട്ടുള്ള ഓണം വാരാഘോഷത്തിന് സമാപനമാവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വാരാഘോഷത്തിൻ്റെ അവസാന നാളിൽ അതിൻ്റെ സമാപനത്തെ കാണാൻ എത്രത്തോളം വലിയ ജനക്കൂട്ടത്തെ നമുക്കവിടെ കാണാനാകുന്നുണ്ട്. എന്തെല്ലാം നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ബിനിൽ, വലിയ ജനക്കൂട്ടം തന്നെ ഇപ്പോൾ ഈ ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ നിരവധി പേർ ഈ സമയം തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കനകക്കുന്നിന്റെ മുൻവശത്താണ്. ഇവിടെ ഈ കലാരൂപങ്ങളുടെ ഒരു അവതരണത്തിന്റെ ഒരു ഫസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ കനകക്കുന്ന് ഭാഗം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ കനകക്കുന്ന് മ്യൂസിയം ഭാഗത്ത് അണിനിരക്കുന്നുണ്ട്. ഇതിന് പോലീസ് പ്രത്യേക സംവിധാനമൊക്കെ ഈ ആൾക്കാർക്ക് കാണാൻ തടസ്സമില്ലാതെ കാണുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ജനക്കൂട്ടം ഈ സമയം തന്നെ ഇവിടെ, അതായത് 4 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞു, ഒരു കുറച്ച് സമയം വൈകിയെങ്കിൽ കൂടി ഈ സമയം തന്നെ ഈ ഘോഷയാത്ര കടന്ന് വരാൻ പോകുന്ന ഈ വീതി ഇപ്പോൾ തന്നെ ജനനിബിഡമായി കഴിഞ്ഞു എന്നതാണ്. ഒത്തിരി ആൾക്കാർ നേരത്തെ തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഒരു പോയിന്റ് കടക്കുന്നതിന് ഏകദേശം 1.5 മണിക്കൂർ എങ്കിലും വരും എന്നതാണ് പ്രധാനമായും സർക്കാരിന്റെ തന്നെ ഒരു കണക്ക് കൂട്ടൽ. ഏകദേശം 91 കലാരൂപങ്ങൾ ഇവിടെ ഇതിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. 50-ലധികം ഫ്ലോട്ടുകൾ ഇതിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയ സമയം ഈ കലാരൂപങ്ങളൊക്കെ കടന്നു പോകുന്നതിനെടുക്കും. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനും കാണുന്നതിനും ഒക്കെയാണ് ഈ ജനങ്ങൾ ഇവിടെ അണിനിരന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ മുഖ്യമന്ത്രിയും ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഒരു കടന്നുപോയിട്ട് നിമിഷങ്ങൾ മാത്രം കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും ഈ നിമിഷം കൊണ്ട് തന്നെ ഇവിടെ വലിയ ജനക്കൂട്ടം ഈ ഓണം വാരാഘോഷത്തിൻ്റെ സമാപന ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. ഇത് ഏകദേശം കിഴക്കേക്കോട്ടയിലാണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം വൈകും. ഒരുപാട് രാത്രി ആകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി സമയപരിധിക്കുള്ളിൽ തന്നെ ഈ ഓണം ഘോഷയാത്ര പൂർത്തീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ സജ്ജമായിരിക്കുന്നത്. ഇപ്പോൾ ഈ അശ്വാരൂഢ സേനയുടെ പോലീസിന്റെ ഭാഗമായിട്ടുള്ള അശ്വാരൂഢ സേന ആദ്യമായി ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടം ഇവിടെ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നതാണ്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉൾപ്പെടെ അവിടെ കാണാനാകുന്നുണ്ട്. ചന്തു, തുടരാം അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാം. കളറല്ലേ? ഓണം 2025 വളരെ ഗംഭീരമാണ്, കളർഫുള്ളാണ്. നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. ഓണാഘോഷം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. വളരെ മനോഹരം. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ ആൾക്കൂട്ടം. അതെ, വളരെ ആൾക്കൂട്ടമുണ്ട്. ഇവിടെയൊക്കെ എല്ലാം വീതിയൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വളരെ നന്നായിരിക്കും 2025 ഓണം. ഹാപ്പിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് മേഡം? കളറല്ലേ? വളരെയധികം ഇനി വരാൻ കിടക്കുകയുള്ളൂ. അതായത് നമ്മൾ ഈ തലസ്ഥാനത്ത് ഈ ഓണം വാരാഘോഷം ഭയങ്കര ഗംഭീരമായിട്ട് നേരത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ഈ കോവിഡൊക്കെ വന്നപ്പോൾ ചെറിയൊരു മങ്ങലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിഗംഭീരമായിട്ട് വീണ്ടും ഒരു തിരിച്ചുവരവാണ്. എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് വന്നിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഓണം? കളർ പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഓണം വലിയ കളറാണ്, അതിൻ്റെ ഒരു സമാപനമാണ്. ഓണത്തിൻ്റെ ഒരു വലിയ ആഘോഷമൊക്കെ കഴിഞ്ഞു. പല ആഘോഷങ്ങൾ അവരുടെ വീടുകളിലും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു സമാപനം എന്ന നിലയ്ക്കാണ് തലസ്ഥാനത്തെ ഈ ജനങ്ങൾ ഈ ഓണത്തിൻ്റെ ചന്തുവിന് കാണാനാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കേരള പോലീസിൻ്റെ ഒരു നിശ്ചല ദൃശ്യം കാണാനാകുന്നുണ്ട്. ഒരു ഇൻസ്റ്റലേഷൻ കാണാനാകുന്നുണ്ട്. അത് കേരള പോലീസിൻ്റെ ഒരു തൊപ്പി അണിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഒരു ഭാഗത്ത് നീല നിറമാണ്, മറുഭാഗത്ത് മറ്റൊരു നിറമാണ്, ചുവന്ന നിറം ഉൾപ്പെടെയുള്ള ഒരു ദൃശ്യം കാണാനാകുന്നുണ്ട്. നോക്കൂ, സമീപകാലത്തെല്ലാം വലിയ വിവാദങ്ങൾ ഇന്നിപ്പോൾ ഉൾപ്പെടെ വലിയ വിവാദങ്ങൾ പോലീസിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നതിനിടയിലാണ് ആ ദൃശ്യം എന്നുള്ളത് ഞാൻ ഈ സാന്ദർഭികമായി
ചൂണ്ടിക്കാട്ടിയതാണ്. എന്താണ് ആ ഇൻസ്റ്റലേഷൻ എന്ന് വിവരിക്കാനാകുന്നുണ്ടോ ചന്തു, കാണുന്നുണ്ടെങ്കിൽ? ബിനിൽ, ഞാനിപ്പോൾ കനകക്കുന്ന് ഭാഗത്താണുള്ളത്. ഇതുവരെ ആ ഒരു ദൃശ്യം നമ്മുടെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അല്പസമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് ഇപ്പോൾ പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം അശ്വാരൂഢ സേന, പോലീസിന്റെ അശ്വാരൂഢ സേനയുടെ ഒരു സംഘമാണ് മുന്നോട്ട് നീങ്ങിയത്. ബിനിൽ, ഇപ്പോൾ ഈ സൂചിപ്പിച്ച ദൃശ്യം എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കടന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മന്ത്രി മുഹമ്മദ് റിയാസും നഗരസഭ മേയർ ആര്യ രാജേന്ദ്രനുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ ശരി, ആ ഇൻസ്റ്റലേഷൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. അതിന്റെ പിൻഭാഗത്തായി കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സൈബർ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പോലീസ് സുരക്ഷ ഒരുക്കുന്നു എന്നുള്ള സന്ദേശമായിരിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. നഗരങ്ങളെ ഉൾപ്പെടെ കരുതുന്നു പോലീസ് എന്നുള്ളതായിരിക്കാം ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ആ ദൃശ്യം കൗതുകരമാകുന്നത്. കൂടുതൽ ദൃശ്യങ്ങളും കലാരൂപങ്ങളും കലാപ്രകടനങ്ങളും എല്ലാം തന്നെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നോക്കൂ ചന്തു, നമ്മുടെ ISROയുടെ ഒരു നിശ്ചല ദൃശ്യവും കാണാം. അതും കനകക്കുന്നിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. ചന്തു, ഇപ്പോൾ ഉള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മേയറും MLA-മാരും ഉൾപ്പെടെയുള്ള ആ ഭാഗത്താണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ രീതികളുടെ, കേരളത്തിൻ്റെതായ രീതികളുടെ ഒരു പ്രതിഫലനമാണ് ഈ വാരാഘോഷത്തിലെ സമാപന ഘോഷയാത്രയിലും കാണാനാകുന്നത്. നേരത്തെ ഒപ്പന നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ മാർഗംകളി അവിടേക്ക് മുന്നോട്ട് പോകുന്നത് കാണാം. തിരുവാതിര മുന്നോട്ടേക്ക് പോകുന്നത് കാണാം. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ മലയാളികളുടെയുമാണ് ഓണം എന്ന വലിയ സന്ദേശം തന്നെയാണ് ഈ ഘോഷയാത്രയിലും സർക്കാർ, ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് ബിനിൽ. കേരളത്തിന്റെ കലാരൂപങ്ങൾ, കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാരൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്കാരങ്ങൾ, അതുമാത്രമല്ല ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന ഒരു കാര്യം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ കൂടി ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മേയർ ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ നിരയിൽ അണിനിരക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നഗരസഭ വലിയ ഒരുക്കങ്ങളാണ്, വലിയ ജനനിബിഡമാണ്, ഭയങ്കര കളർഫുള്ളാണ്. വളരെ സന്തോഷമാണ്. എല്ലാവരുടെയും ഒരു ഐക്യം, ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഒത്തുചേരലാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തിന് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയതിന് വേണ്ടി കഴിഞ്ഞു. ഇന്ന് തന്നെ നമുക്കറിയാം, ഈ ഘോഷയാത്ര കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ക്ലീനിങ് ഉൾപ്പെടെ ഏറ്റവും അവസാനത്തെ ഘോഷയാത്രയുടെ എല്ലാ ആളുകളും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകുവശത്ത് തന്നെ ക്ലീനിങ് ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റമായിട്ട് തന്നെ വളരെ മാതൃകാപരമായി നമുക്ക് ഓണാഘോഷം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. വളരെ വലിയൊരു ടാസ്ക് കൂടിയാണ്. എങ്ങനെ നഗരസഭയ്ക്ക് മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനവും വളരെ വലുതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഘോഷയാത്രയുടെ ഏറ്റവും അവസാനം മുതൽ ഇവിടുത്തെ ക്ലീനിങ് പ്രോസസ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ ജനങ്ങളും വലിയ സഹകരണമാണ്. അപ്പോൾ നല്ല നിലയിൽ തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ വട്ടിയൂർക്കാവ് MLA മുൻ മേയറും ആയിരുന്ന പ്രശാന്ത് കൂടി ഉണ്ട്. എങ്ങനെ ഭയങ്കര കളർഫുള്ളാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ സമാപനം നടക്കുമ്പോൾ 10,000-കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത്തവണ കുറച്ചുകൂടി ആൾ കൂടിയെന്നാണ് അനുഭവത്തിൽ നിന്ന് കാണുന്നത്. വളരെ സന്തോഷപൂർവ്വം ആൾക്കാർ പങ്കെടുക്കുകയാണ്. ശരി, ചന്തുവിലേക്ക് മടങ്ങിയെത്താം. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി പോയതിനു ശേഷം ചന്തുവിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം.